നമ്മുടെ കേരളത്തിൽ ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നിങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഹരിക്കെതിരെ നമ്മുടെ ജനങ്ങൾ ഉൾപ്പെടെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പടിയൂരിൽ ഒരു കൂട്ടം ടീം ലഹരിക്കെതിരെ ഒരു കൊച്ചു സിനിമ തയ്യാറാക്കിയത്. ആമയം എന്നാണ് ഈ സിനിമയുടെ പേര്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആമയത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. 17 മിനിറ്റുള്ള ആ ഒരു കൊച്ചു ഫിലിം ഡയറക്റ്റ് ചെയ്തത്, തിരക്കഥ സംഭാഷണമൊക്കെ ചെയ്ത് നമ്മുടെ ജോഷി സാറാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ ജോഷി സാറിനോട് തന്നെ ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ, ലഹരി മുക്ത കേരളം എന്നുള്ള ഒരു സന്ദേശമൊക്കെ ഉയർത്തി വളരെ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ലഹരിക്കെതിരെ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ 17 മിനിറ്റുള്ള വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? അത് സാധാരണ തന്നെ ലഹരിക്കെതിരെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനിത് ചെയ്തത്. ഞാൻ ആദ്യം തൊട്ട് ചെയ്യുന്ന വർക്കുകളെല്ലാം ഈ ലഹരിക്കെതിരെ തന്നെയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പൊതുവെ എന്നോട് പറഞ്ഞു, ലഹരിക്കെതിരെയുള്ള പരിപാടി നീ വിട്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, വെറും ലഹരിക്ക് മാത്രം ആക്കലാന്ന്. പക്ഷേ ഇതും പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാണ്ട് കടന്നു. കാരണം വെച്ചാൽ ഞാൻ ആ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന അങ്ങനത്തെ തീമൊന്നും അല്ലാതെ ഒരു സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ലഹരിക്ക് ഒരു സ്മോക്കിങ്ങിന് അടിപ്പെട്ട് പോയി കഴിഞ്ഞാൽ, അപ്പോൾ അത് ആ തലമുറയ്ക്ക് കംപ്ലീറ്റ് വെളിച്ചം പകരേണ്ട ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ അയാൾക്കത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിൽ അയാൾ ആ കുട്ടികളോട് ലാസ്റ്റ് എന്തായിരിക്കും പറയുക എന്നുള്ളൊരു ചിന്ത വന്നു മനസ്സിൽ. ഈ മരിക്കാൻ കിടക്കുന്ന സമയത്താണല്ലോ. അപ്പോൾ ആ വേദനയിലാണ് പുള്ളി പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ. കാരണം 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ UP സ്കൂളാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളാണ്. അവരെ നമ്മളിപ്പം വല്ലപ്പോഴും ഒരു ബോധവൽക്കരണ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പ്രകടനമൊന്നും നടത്തിയിട്ട് കാര്യമില്ല. കാരണം ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എല്ലാം നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവരുടെ മനസ്സിലിങ്ങനെ ആവർത്തിച്ച് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഒരു അധ്യാപകൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ കുഞ്ഞിൻ്റെ മനസ്സിലത് പതിയും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അവനത് ഉറപ്പിക്കും, ഈ സാധനം എന്തോ മോശമാണെന്ന്. ചെറുപ്പത്തിലേ അവനത് ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലഹരിക്കയിലേക്ക് പോകില്ല. കാരണം അധ്യാപകർക്ക് ചെയ്യാൻ പറ്റാവുന്ന പോലെ കുഞ്ഞുങ്ങളെ ചെയ്യാൻ പറ്റാവുന്ന ആരുമില്ല. വീട്ടുകാർക്ക് പോലും പറ്റില്ല. കാരണം അവരുടെ സ്കൂളിലാണ്. നമ്മളിപ്പം വീട്ടിൽ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ വൃത്തക്കേട് കാണിക്കുവാണെങ്കിൽ മാഷോട് പറയുക, ആ ടീച്ചറോട് പറയാം, ഞാൻ വിളിച്ചു പറയണം. അപ്പോഴത്തേനും കുട്ടി സൈലൻ്റായി. ഓക്കെ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ ഒരു ആമയം ഷോർട്ട് ഫിലിമിൻ്റെ 17 മിനിറ്റുള്ള ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ കേരളക്കരയാകെ മലയാളികൾക്ക് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇനി അത് പ്രദർശിപ്പിക്കാൻ കൂടി സാധിക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ദിവസം ഇനിയും ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ സിനിമയൊക്കെ ചെയ്യുന്നതാണല്ലേ? സിനിമയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല നല്ല ഫിലിമുകളൊക്കെ ചെയ്യാൻ വേണ്ടി ജോഷി സാറിന് സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.
പ്രത്യേകിച്ച് പുള്ളിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാനില്ല. ലാസ്റ്റ് സ്റ്റേജാണ്. അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെടുകയാണ്. പുകവലി കാരണം ശ്വാസകോശം മാത്രമല്ല, ശരീരത്തെ എല്ലാ അവയവങ്ങളും ബാധിക്കുന്ന അസുഖമാണ് നമുക്കറിയാം. അതിൻ്റെ ഫലമായിട്ട് വരുന്നത് ഇപ്പോൾ തലച്ചോറിൽ വന്ന് രക്തം കട്ട പിടിക്കുക, കൂടാതെ വന്നിട്ട് വായിലെ ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ, അന്നനാളത്തിലെ ക്യാൻസർ, ബ്ലാഡറിലെ ക്യാൻസർ, അതുപോലെ കിഡ്നിയിലെ ക്യാൻസർ. അപ്പോൾ ക്യാൻസറിനൊക്കെ വന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ശ്വാസകോശം ക്യാൻസറായിട്ട് പിന്നെ ശരീരത്തെ എല്ലാ ഭാഗത്തും അത് അഫക്റ്റ് ചെയ്തു. തലച്ചോറിലും അതിന് സെക്കൻഡറീസ് വന്നിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഇത് ഗ്രേവ് കണ്ടീഷനിൽ അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഇതൊരു പാഠമാണ്. പുകവലി കാരണം ശരീരം മുഴുവനും അഫക്റ്റ് ചെയ്യാണ്. ഈവൻ ഡയബറ്റീസ് ഇപ്പോൾ നമുക്ക് ആരും ചിന്തിക്കാത്തതാണ്. പുകവലിക്കും ഡയബറ്റീസും എന്താ ബന്ധം? പുകവലി എല്ലാ അവയവങ്ങളും ബാധിക്കുന്നുണ്ടല്ലോ. അതുപോലെ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിമിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തതാണ് നമ്മുടെ ഡോക്ടർ ശിവരാമകൃഷ്ണൻ സാറ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഹോമിയോ ഡോക്ടറും കൂടിയാണ്. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒരു ജോലി തന്നെ ഒരു അഭിനയത്തിലേക്കും അതേ കഥാപാത്രം തന്നെ നമുക്ക് കിട്ടി. വളരെ മനോഹരമായിട്ടുള്ള ഒരു അഭിനയമൊക്കെ ആയിരുന്നു. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു സാറേ നമ്മൾ ഈ ഒരു ആമയത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും? ഇപ്പോൾ അത് സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന് ശ്രദ്ധ വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഒത്തിരി ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങളും നല്ല കമൻസുമാണ് വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ സമകാലികം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വന്നിട്ട് തുഫാനുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. അപ്പോൾ പുകവലി ഉൾപ്പെടും. അത് നമ്മളിപ്പോൾ മയക്കുമരുന്ന് മാത്രമല്ലല്ലോ, മയക്കുമരുന്ന് ഇപ്പോൾ മദ്യം കൂടിയാൽ ഉൾപ്പെടുത്തേണ്ടതാണ്. മദ്യം ഒക്കെ എല്ലാ ഇതിലും വരണം. ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട്, ലഹരി എന്ന് പറഞ്ഞാൽ വന്നിട്ട് ഇതെല്ലാം ലഹരി തന്നെയല്ലേ. പ്രത്യേകിച്ച് പുകവലി മാത്രമായിട്ടാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ആമയത്തിൽ ഹൈലൈറ്റ് ചെയ്തത്. അപ്പം പുകവലിയുടെ ഹസാർഡ്സ് വന്നിട്ട് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കാനുള്ള അതിൻ്റെ ഒരു ബോധവൽക്കരണം എന്ന നിലയ്ക്കുള്ള ഒരു ഡോക്യുമെൻ്ററിയും അല്ല, ഒരു ആവിഷ്കാരവുമല്ല, ഒരു ഷോർട്ട് ഫിലിമുമല്ല. അതിൽ കഥയുണ്ട്. അപ്പോൾ അത് ഡോക്യുമെൻ്ററിയാണ്, കഥയാണ്, നല്ലൊരു ആവിഷ്കാരമാണ്. നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്, നല്ലൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇത് പല സ്കൂളുകളിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനങ്ങളാക്കിയിരിക്കുകയാണ്. ഏറ്റവും നല്ലൊരു തീരുമാനം അതാണ്. ഒരുപാട് പേര് അത് തയ്യാറായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മനസ്സിലാക്കുന്നത്. സാർ ആദ്യമായിട്ടാണോ ഈ ഷോർട്ട് ഫിലിമിൽ ഇങ്ങനെ ഒരു ഷോർട്ട്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഡോക്ടർ വേഷവും അതല്ലാതെ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റ് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റവിടെ അഭിനയ ശേഷിയൊന്നുമില്ല. എന്നാലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയം തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്ക് നല്ല ഒരു ബോധവൽക്കരണം നിലയ്ക്ക് വന്നിട്ട് ഇതിൻ്റെ ഒരു ഭവിഷ്യത്തുകൾ പറഞ്ഞു മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷനാണ് ഈ ആമയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓക്കെ സാറേ, വളരെ ഭംഗിയായിട്ടുള്ളൊരു അഭിനയമായിരുന്നു. അപ്പോൾ ആമയത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ സാറ് പറഞ്ഞു. ഇപ്പോൾ ലഹരിക്കെതിരെ ഒരു ഡോക്ടർ ആയതുകൊണ്ട് സാർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോടും നമ്മുടെ പ്രേക്ഷകരോടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല ഷോർട്ട് ഫിലിമുകൾ, സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടി സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലീവുള്ള ദിവസം സാറിന് ഒന്നിനും കിട്ടില്ല. ഫുൾ ടൈം ഫാമിലിയോടെ തന്നെ. ഞായറാഴ്ചയ്ക്കാണ് പറയുകയും വേണ്ട. രാവിലെ പള്ളിയിലൊക്കെ പോയി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ഒരു സിനിമയ്ക്കൊക്കെ പോയി വീട്ടിൽ തന്നെ. ഞാനൊക്കെ എത്ര ഞായറാഴ്ച ആയിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്. ഫാമിലിയിൽ മാത്രമോ? സ്കൂളിലെല്ലാം പിള്ളേർക്ക് വലിയ ജീവനാ സാറിനെ. ദൈവം ഇങ്ങനെയാണോ ചില സന്തോഷങ്ങൾ പെട്ടെന്ന് തട്ടിമാറ്റിക്കളയും. രണ്ടാളുടെ ആരോഗ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ സാറിന്. അതെ അതെ. ഇനി ആകാശം എടുത്ത് പോകണമെന്ന് പറഞ്ഞാലും ഒരു മൂല എൻ്റെ തോളത്ത് വെക്കണം എന്ന് പറയുന്ന ആളായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു അധ്യാപകൻ്റെ റോള് ചെയ്ത ആളാണ് ഷിൻഡോ മൂക്കനൂരി അല്ലേ? അതെ അതെ. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു അഭിനയമൊക്കെ ആയിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ആമയത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത്. അപ്പം ജോഷി ചേട്ടൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷോർട്ട് ഫിലിമിലോട്ട് എത്തുന്നത്. അപ്പോൾ വളരെ നല്ലൊരു മികച്ച സന്ദേശം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ലഹരിക്കെതിരെ ഒരു വിപ്ലവകരമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഷോർട്ട് ഫിലിമിന് വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മുടെ വരും തലമുറ ലഹരിയിൽ നിന്ന് മാറി ചിന്തിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാനുള്ളൊരു സന്ദേശം ഈ ഷോർട്ട് ഫിലിം നൽകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഒരു 2.5 ദിവസത്തെ ആ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ? വളരെ നല്ല സന്തോഷം നൽകുന്ന അനുഭവങ്ങളായിരുന്നു ഈ ഷൂട്ടിങ്ങിലുടനീളം. അപ്പോൾ ജോഷി ചേട്ടൻ്റെ ഈ സംവിധാന പാഠവും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. നമ്മൾ ഷൂട്ടിങ് ചെയ്തു പോകുന്നു, പക്ഷേ അതിൻ്റെ പ്രൊഡക്റ്റ് ലാസ്റ്റ് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ട് മാറിയത്. അതിൻ്റെ സോങ്സ് ഒക്കെ ആണല്ലോ എല്ലാവരും വളരെ നല്ല അഭിപ്രായം. അതെ. അപ്പോൾ ഓക്കെ, ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. നല്ലൊരു വില്ലൻ കഥാപാത്രമൊക്കെ ചെയ്യാൻ പറ്റിയ ലുക്കൊക്കെ ആണല്ലേ? ഓക്കെ, അപ്പോൾ നല്ലൊരു കഥാപാത്രങ്ങളൊക്കെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്.
ചാറിടും വേദന പൈത്തിൽ കഠോരമാമിടി മുഴക്കങ്ങൾ വേർപ്പെടും പാഴ്നില പുറ്റുകൾ പോലെത്ര മൃദുല ഭാഗങ്ങൾ. നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരുപാട് കുട്ടികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഒരു മോളാണ് ചേരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഇന്ന് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ മോളോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താ മോളെ പേര്? അശ്വതി. അശ്വതി. എത്ര ക്ലാസ്സിലാണ്? പ്ലസ് വൺ. എവിടെ? ഇരിട്ടി ഹയർ സെക്കൻഡറി. എങ്ങനെയുണ്ട് നമ്മുടെ ആമയത്തിൻ്റെ ഒരു ഷൂട്ടിങ്ങും അതിൻ്റെ കഥാപാത്രമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ജോഷിയേട്ടനായാലും എല്ലാ കാര്യവും കറക്റ്റായിട്ട് നന്നായി പറഞ്ഞു തരികയും ചെയ്ത്, പിന്നെ ഓരോ പിള്ളേരെയും നന്നായി പരിചയപ്പെടാൻ പറ്റി. അപ്പം നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടായി. എല്ലാവരുമായിട്ടൊരു കുടുംബം പോലെ നല്ലൊരു ഷൂട്ടായിരുന്നു. അതേപോലെ തന്നെ ആമയം സമൂഹത്തിന് എന്തുകൊണ്ടും മാതൃകയാക്കാൻ പറ്റിയ ഒരു ഇത് തന്നെയായിരുന്നു. ജോഷി സാറ് അച്ഛനായിട്ടല്ല അഭിനയിച്ചത് അല്ലേ? അപ്പോൾ അച്ഛനിങ്ങനെ രോഗാവസ്ഥയിലൊക്കെ കിടക്കുമ്പോൾ ഒരു മക്കളുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ? അങ്ങനെ ചോദിച്ചാൽ പിന്നെ ജോഷിയേട്ടൻ ഇങ്ങനെ കിടക്കുന്ന സമയം നമുക്ക് റിയലായിട്ട് ഉള്ള ഒരു ഫീല് വന്നു. പിന്നെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന തോന്നാണ്ട് സ്വന്തം അച്ഛനെ പോലെ തന്നെ അച്ഛന് എന്നാ പറ്റിയാലുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ, വിഷമം, അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നന്നായിട്ട്. അതേപോലെ തന്നെ എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ എന്താണ് പറഞ്ഞത്? കൂട്ടുകാർക്ക് പ്രത്യേകിച്ചും പറയാനുള്ള പാട്ടിന് ഓരോ പാട്ടുകളും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ജോഷിയേട്ടൻ്റെ അഭിനയം ആയാലും എല്ലാവരും അഭിനയം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ്, ഡോക്ടർ ആയാലും എല്ലാവരും നന്നായി അഭിനയിച്ചെന്ന് പറഞ്ഞു. നമ്മുടെ സ്കൂളിൽ പ്രദർശിപ്പിച്ചോ ഈ സിനിമ? ഇല്ല. പ്രദർശിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു മോള് ഒരു നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. അപ്പോൾ മോള് നമ്മുടെ ട്രൂ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്, ഒരു നാടൻ പാട്ടാണ്. ഓ ആയിക്കോട്ടെ, പഠിക്കും. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ കരിയുത്തൊരുമിയഴക് കരിനീലമിഴിയഴക് കരിയുത്തൊരുമിയഴക് നീലമിഴിയഴക് നല്ല മാൻമിഴിച്ചേലിനാലേ കണ്ണാരം ചാർത്തണിട്ട അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവു തെളിയണിട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അടിപൊളി അടിപൊളി. ഓക്കെ മോളെ, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഷോർട്ട് ഫിലിമിൽ ചെറിയൊരു വേഷം കൂടി ചെയ്തിട്ടുണ്ട്. എന്താണ് പേര്? സൗരവ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഫസ്റ്റ് വർക്കല്ലേ? ഫസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഒക്കെ? നല്ലൊരു എക്സ്പീരിയൻസാണ്. കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒന്നും ഈ ഒരു അഭിനയിക്കേണ്ട സംഭവം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പണ്ട് നമ്മളെ കുട്ടിക്കാലത്തെ ഒരു അഭിനയിക്കേണ്ട സംഭവം മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മളെ ടിക്ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിം ഇതിലേക്കെല്ലാം ആദ്യമായിട്ടാണ് വരുന്നത്. അത് നല്ലൊരു അനുഭവമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ലഹരിക്ക് എതിരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്? സാധാരണ കുട്ടികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ളൊരു ഷോർട്ട് ഫിലിം അല്ല ഇത് അധ്യാപകൻ ലഹരി ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങൾ ഈ കഥ പറഞ്ഞപ്പോഴൊക്കെ അത് മെയിൻലി നമുക്കിപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം എന്തായാലും വേണ്ടതാണ്. കാരണം വെച്ചാൽ നമ്മളെ തൂഫാൻ്റെ ഒക്കെ വരുന്നുണ്ടല്ലോ, അതിലേക്കൂടെ നമ്മളിപ്പോൾ ഫുള്ള് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എല്ലായിടയ്ക്കും ഒരു സാധാരണക്കാരായിട്ട് നടക്കുന്ന ആളുടെ കയ്യിൽ വരെ ഈ ലഹരി ഉണ്ട്. ഇപ്പോൾ ഇതിൽ അഭിനയിച്ച ജോഷിയേട്ടനാണെങ്കിൽ കാണാൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്കാരൻ ഈ ലഹരിയിൽ അടിമപ്പെട്ടത് ആ ഒരു എന്താ പറയുക, ഒരു എല്ലാവരും കണ്ട് ശീലമായി അങ്ങനെ വന്ന ഒരു ഇതിലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എന്താ പറയുക ലഹരി കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് അത്രയും നല്ലത്. നമ്മളെ ഹെൽത്ത് അതുപോലെ തന്നെ മാക്സിമം ഏജിലേക്ക് നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കും. അതാണ് നമ്മൾ ഈ ഒരു ആമയത്തിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മൾ പുതുതലമുറയെ വിദ്യാർത്ഥികളെ നല്ല മക്കളാക്കി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നല്ലൊരു വിജയം തീർക്കാനുള്ള മക്കളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ആമയം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ഇനി ഒരുപാട് ഫിലിമുകളിൽ തന്നെ നല്ലൊരു ഡയറക്ടറൊക്കെ ആയി വരട്ടെ എന്ന് ട്രൂ മീഡിയയ്ക്ക് എല്ലാം ആശംസിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ആമയം
ആമയത്തിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, അതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് കുറച്ച് പേരേ ഉള്ളൂ, ബാക്കി ഉള്ളവരൊക്കെ ചെറിയ തിരക്കുകളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറാമാൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. ജോഷി സാർ, ക്യാമറാമാൻ്റെ പേര് സ്നേഹിത്ത് കണ്ണൻ എന്നാണ്. പടിയൂർ സ്വദേശി തന്നെയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഛായാഗ്രഹമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ആമയത്തിൻ്റെ ഈ ഒരു റിലീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് പ്രേക്ഷകർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ ഒരു ആമയം ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത് കാണുന്ന അധ്യാപകർ, സ്കൂൾ പ്രധാന അധ്യാപകരൊക്കെ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ട് അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരവരുടെ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ട്രൂ മീഡിയ കേരളയ്ക്ക്. അതോടൊപ്പം തന്നെ ഇതുപോലത്തെ നല്ല നല്ല മെസ്സേജുകൾ നൽകുന്ന ഷോർട്ട് ഫിലിമുകൾ തയ്യാറാക്കാൻ നമ്മുടെ ഈ ഒരു ആമയം ഷോർട്ട് ഫിലിം ടീമിന് സാധിക്കട്ടെ എന്ന് കൂടി ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.